കുട്ടിയെ ഇജെന്താ ഇവിടെ വിളിച്ചിരിക്ക? ഞാൻ അനക്കാനുള്ള തുണി എടുക്കണ. എന്താണ്? എവിടെ എന്ത് എവിടെ? നിങ്ങളോട് ഞാൻ പറഞ്ഞ സാധനം എവിടെ? അപ്പുറത്ത് കോളുടെ മട്ടും മാരി മാറിയല്ലോ. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞേ? എന്താണ്? നിങ്ങളോട് ഞാൻ എന്ത് വാങ്ങാനാ പറഞ്ഞേ? എന്താണ്? എന്തപ്പ കിട്ടിയില്ലേ? ഇന്റെ പരിപ്പോട് എവിടെ? പരിപ്പോട ആകെ 2 ഉണ്ടായിരുന്നുള്ള വീഡിയോയില്. അത് വാങ്ങണോ? വാങ്ങി അത് വീഡിയോയില് കൊണ്ടുവന്ന് വെച്ചപ്പേ ആ പായ പറഞ്ഞെടുത്ത് കഴിച്ച് കുഞ്ഞുട്ടൻ. ഓന് ഞാൻ വച്ചിണ്ട്, മറ്റേതും കടുക്ക്. അപ്പൊ ആകെ ഒരെണ്ണപ്പ അനക്ക് കൊണ്ടുവന്ന് തന്നിട്ട് എന്താ കാര്യം? അപ്പൊ അത് ഞാൻ തന്നെ കഴിച്ചു. ഇജിപ്പോ ഉഴുന്നുവട ഉണ്ടല്ലോ, അത് കഴിച്ചോ? നിങ്ങൾ എന്തിനാ പരിപ്പട തിന്ന്? ഞാൻ മോയിച്ച് ഇവിടെ ഇരിക്കല്ലേ. പരിപ്പോട കാണണം, ആകെ തണുത്ത് ഒന്നിനും കൊള്ളൂല. അതാണ് ഞാനിത് നല്ല ഒന്നാമത്തെ ഉഴുന്നുവടല്ലേ, അത് നോക്ക്. എനിക്ക് വേണ്ട, ഞാൻ ദോശന്റെ കൂടെ പരിപ്പാട തിന്നണം ഇന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയി. അയ്യന്റെ പൊട്ടത്തി, ആരെങ്കിലും ദോശയുടെ കൂടെ പരിപ്പോടായിക്കോ? ദോശയുടെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഴുന്നുവടല്ലേ. ഇജ്ജ് കണ്ടിട്ടില്ലേ ഈ നമ്മുടെ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കയറുമ്പോ ദോശയും ഉഴുന്നുവടയും, ഉഴുന്നുവടയും ദോശയും, അതല്ല എന്റെ കോമ്പിനേഷൻ. എനിക്കത് ഇഷ്ടമില്ലാത്തോണ്ടാണ് വെജിറ്റേറിയൻ ഹോട്ടലിൽ ഞാൻ പോവാത്തത്. ഇജിപ്പോ ഈ നേരത്തെ ഇനി വെളിച്ചേറ്റ ഹോട്ടലിലേക്ക് പോകണ്ട. ഇജിപ്പോ ആ കൊണ്ടുവന്ന ഉഴുന്നുവട എടുത്ത് കഴിക്കി. എനിക്ക് വേണ്ട, എനിക്ക് പരിപ്പാടാണെങ്കിൽ മതി. നിങ്ങൾ തിന്നോ, നിങ്ങൾ വായല്ലേ. പരിപ്പാട പറഞ്ഞ അകത്തെടപ്പില്ലേ, അതിന്റെ കൂടെ ഒന്നുകൂടി തിന്നു. വെറുതെ മാല ഇടങ്ങറാക്കല്ലേ. ജാവറിനെടുത്ത് കഴിക്കാൻ വേണ്ട പറഞ്ഞില്ലേ? എടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട പീടിയെന്ന് മേടിച്ചു കൊണ്ടുവന്നല്ലേ, എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോ. എനിക്ക് വേണമെന്ന് പറഞ്ഞ പരിപ്പാടല്ലേ. ആ പരിപ്പോടി ഉഴുന്നോടെ ഒക്കെ 2 മട തന്നെയല്ലേ. അവർക്ക് കഴിക്കിപ്പോ തൽക്കാലോ. ഉഴുന്നോടെ ഇഷ്ടല്ല. എന്റെ റബ്ബ്, ഒരു പലഹാരം വേണമെന്നല്ലേ മനുഷ്യന്മാര് വിചാരിക്കുള്ളൂ. എടുത്ത് കഴിക്കുമ്പോ തൽക്കാലം ഞാൻ കൊണ്ടുവന്നല്ലേ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചാ. മര്യാദ എടുത്ത് കഴിക്കി, വെറുതെ കളിക്കാൻ കണ്ട് അന്നോടാ പറഞ്ഞ ഇതൊരു വട എടുത്ത് കഴിക്കാൻ. എന്താണ്? അതെ, മരുന്നിരിക്കുന്നുണ്ടോ? പിന്നെ ഇനിയിപ്പോ എന്റെ മരുന്ന് ഇവിടെ എടുത്തു വെക്കല്ലേ ഞാൻ. അല്ലടാ, ഈ ഗ്യാസിനുള്ള മരുന്ന്. ഗ്യാസിന് എന്തിനാ പറയാ മരുന്ന്? അതിന് അടുപ്പല്ലേ വേണ്ടേ? കളിക്കാൻ നിൽക്കാതെ മറ്റേ വയറിന്റെ ഗ്യാസിനടാ. വയറിന് ആ കണ്ണ് കണ്ടൊക്കെ വലിച്ചേറ്റുമ്പോ ആലോചിക്കണം എന്താ ഉണ്ടായി. എടാ എനിക്കല്ലാന്ന് മല്ലിയൊക്കെയാണ്. മല്ലിയേക്കോ? അവൾക്ക് എന്താണോ തീരെ സുഖമില്ല പറഞ്ഞിട്ട് ആകെ കടന്ന് തിരിയുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ കാണുമ്പോ ഒരു കുഴപ്പമില്ലല്ലോ. ഇല്ല, അപ്പൊ എന്താ അറിയില്ല. ഗ്യാസിന്റെ ഒരു റോസ് കളറിലുള്ളൊരു മരുന്നല്ലേ? അതുണ്ടോ? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പൊന്നുമോള് കരയാതെ ഇപ്പൊ മാറും. മക്കൾ എത്തിരി സഹിക്കണ്ടേ നമ്മള്? ഒരു കുറവില്ല. ഞാൻ പരീക്കുട്ടിയോട് മറ്റേ ഗ്യാസിന്റെ മരുന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അത് ലേശനം കഴിച്ചു കഴിഞ്ഞാൽ മാറും. ഓട്ടോ വിളിച്ചില്ല, ആശുപത്രി പോണോ? പറഞ്ഞിട്ടുണ്ട്. നല്ല വേദന. ഞാൻ പോവാന്നാ തോന്നണ. അയ്യോ, സഹിക്കാൻ പറ്റും. ആശുപത്രി പോണേനും കുടിക്കി. ഗ്യാസിന്റെ മരുന്ന് കഴിച്ചാൽ ഗ്യാസ് ചപ്പ് തന്നെ പോയിക്കോളും. മാറിയാ മോളെ? കുറവില്ലാട്ടോ. എന്തപ്പോ ഉണ്ടായത്? എനിക്കിപ്പോ കുത്തണ പോലുള്ള വേദനയാണോ? കുത്തണ പോലെ വേദനയാണ്. അയ്യോ, എവിടെയാണ്? അവിടെ. ഫുഡ് പോയിസൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അസുഖം ഉണ്ടാ മോളെ? ഓ എന്റെ അമ്മ, നിങ്ങൾ രണ്ടാളും കഴിക്കാത്ത എന്താണ് ഓള് കഴിച്ചത്? എന്തോന്നാണ് കഴിച്ചത്? നീ കഞ്ഞി കുടിച്ചായിരുന്നാ? ഇല്ല. ഈ ഉച്ചക്ക് എന്താ കഴിച്ച്? ഇതിപ്പോ സർജറി കഴിക്കേണ്ടി വരും തോന്നണേ. എന്നാ ഇത്തിരി അത് കഴിച്ചു നോക്കുമോളെ. അമ്മ ഓപ്പറേഷന്റെ കാര്യമാണ് പറയണേ. ഓപ്പറേഷൻ ആകുമോ? എന്നാ അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഇതിപ്പോ നിങ്ങളിപ്പോ സാധാരണ ഇപ്പൊ ഈ ഭക്ഷണം കഴിക്കലല്ലാണ്ട് എന്തെങ്കിലും വേറെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചോ? ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ.
എന്താണ് ഏ ഇക്ക ആ ഇക്ക കൊണ്ടുവന്ന പരിപ്പോടെ ഞാൻ കഴിച്ചില്ലായിരുന്നോ ഏട്ടാ ഇക്ക തന്ന പരിപ്പോടെ ഞാൻ കഴിച്ചായിരുന്നു അയ്യോ അപ്പൊ അതെന്റെയാണ് ഗ്യാസാണ് ഒരു കഷ്ണം പരിപ്പോടെ വന്നാ പിന്നെ അങ്ങനെ പിന്നല്ലേ, തന്നെയല്ലേ? കൊള്ളാം. അല്ലാതെ വേറെ ഒന്നും എന്താന്നറിയോ ഇപ്പൊ കിടന്ന് പിടിച്ചിട്ട് കാര്യമില്ല എന്താന്നറിയോ കിടക്ക് റസിയ പോരാ ആ, ഇത് രജി ഞാൻ പറയണൊന്ന് കേക്ക് ജയിച്ച് ഇന്നിങ്ങനെ സംശയിക്കല്ലേ എന്തൊരു കഷ്ടാണിത് നിങ്ങളൊന്ന് മുണ്ടട്ടാ. എടി ഉണ്ടായ കാര്യം ഒന്ന് മനസ്സിലാക്കുക എന്തുണ്ടായെന്ന് അറിയാം എനിക്ക് ഞാൻ ഈ പലഹാര പൊതിയായിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു ഇപ്പൊ മല്ലിക അവിടെ നിൽക്കണ് എന്താണ് പരീക്ക പൊതിയില് ഞങ്ങളാണ് ചെന്ന് കാലത്തൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവരവിടുത്തെ കാലത്ത് പലഹാരം ഉണ്ടാക്കാതെ ദോശമാവൊക്കെ വീണുപോയിന്ന് അപ്പൊ ഇത് കേട്ടപ്പോ നിങ്ങളുടെ കാര്യം നടക്കട്ടെ എന്നിട്ട് ഞാൻ ഈ പൊതിയൊന്ന് അങ്ങോട്ട് നീട്ടി അതിലാകപ്പാടുണ്ടായിരുന്ന ആ ഒരു പരിപ്പോടെ ഓളെടുത്ത് തിന്നുകയും ചെയ്ത് എന്തെന്നാ ഞാൻ പറയുക ഒന്നും പറയാൻ പറ്റുമോ എന്നിട്ട് നിങ്ങൾ എന്നോട് കള്ളല്ലേ പറഞ്ഞ് നിങ്ങൾ തിന്നല്ലേ പറഞ്ഞ് എന്റെ മുത്ത ഞാൻ അവിടുന്ന് ഇതുവരെ എനിക്കുള്ള പരിപ്പോടെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് ഓൾക്ക് കൊടുത്തു പറഞ്ഞാൽ എനിക്ക് എന്താ തോന്നുക അത് ഇച്ചിട്ട് ഞാൻ ഒരു സൂത്രം അപ്പൊ അതിനനുസരിച്ച് പറഞ്ഞാണ് ഇന്നെങ്ങനെ സംശയിച്ചാൽ എന്താണ് അതന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഒരു സൂത്രം നിങ്ങളുടെ സൂത്രമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശ്ശെ, എന്താ പടച്ചോന് ഇത് എങ്ങനെ ഇപ്പൊ ഞാൻ അത് തെളിയിക്ക നിങ്ങൾ തെളിയിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ഒരു കുഞ്ഞൂട്ടനും പടച്ച റബ്ബാനെ സത്യം എന്താ ഇങ്ങനെ പറയണേ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ എന്താ ഇത് സ്ഥിതി പിന്നെ അല്ലാതെ ഞാൻ എന്താണ് പറയണ്ടത്? എടി സത്യമായിട്ടതേന്ന് അതാ പടച്ച റബ്ബന്റെ സത്യം ഇതാണ് ഉണ്ടായത് ഞാൻ എങ്ങനെ പന്നോട് ഞാൻ ഇപ്പൊ ഇത് തെളിയിക്ക ഇക്ക ആ സമയത്ത് തട്ടി പറിച്ച് ഇങ്ങോട്ട് വാങ്ങാൻ പറ്റും ഇങ്ങോട്ട് തട്ടി ഞങ്ങളുടെ പരിപ്പോടാന്ന് ഓൾക്കൊരു മുതൽ കൊടുത്തിട്ട് ഇതാണ് ഉണ്ടായത് ഒരെണ്ണം കുഞ്ഞുട്ടിനും തിന്ന് കുഞ്ഞുട്ടിന് എന്താ പറ്റിയാണ് ആ ഓട്ടഞ്ഞി ഒന്നും അറിഞ്ഞിട്ടില്ല. ഹലോ ആ ഇതാരാണ് പെണ്ണുങ്ങള് ഓന്റെ ഫോണിലാ? ആ ഏത് പെണ്ണ്? ആരാണ് നൈസോ അല്ല അപ്പൊ കുഞ്ഞുട്ടൻ എവിടെയാണ് ആ ബോധം പോയിന്നോ കുഞ്ഞുട്ടിന് ബോധമില്ലാന്ന് അതിന് ഓൻ എപ്പോഴാ ബോധം ഉള്ളത്? ഇത് ആ ബോധമില്ല ഹലോ എന്താ ഉണ്ടായത് ഫുഡ് പോയ്സണോ അതല്ലേ ഇത് ഏതാണ് ആശുപത്രി ആ ആ ആ ആ ശരി വേറെ കുഴപ്പമൊന്നുമില്ലോ ഹലോ ഹലോ കട്ട് പടച്ച റബ്ബേ പരിപ്പോടെ കുഞ്ഞുട്ടിനും പണി കൊടുത്ത് എത്ര നന്നായി. എന്ത് ആ